മിസ്റ്റർ ജോൺ, ഈ നമുക്ക് പാലക്കാട് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുക. അതാണല്ലോ ഇപ്പം വളരെ പ്രധാന വിഷയമായി നിൽക്കുന്നത്. ഈ സന്ദീപ് വാര്യർ പുതിയ തലമുറയിലുള്ള രാഷ്ട്രീയക്കാരനാണ്. പുതുതലമുറയിലുള്ളവരൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് കൂടുതൽ ജനപ്രീതി നേടുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ചാനലുകളിലെ ചർച്ചകളിൽ നിന്ന് ഈ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങിയത് ഇപ്പോഴാണ്, ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലാണ്. അപ്പോഴാണ് അല്പം വെയിൽ കൊള്ളുന്നത്. ബാക്കി സ്റ്റുഡിയോ മുറികളിലെ ശീതീകരിച്ച മുറിക്കകത്ത് അങ്ങനെ ഇരുന്നു കൊണ്ട് കസർത്ത് നടത്തുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ അവരെ പിന്തുടരുന്നവരുണ്ട്. അവർക്ക് എത്രയോ കണക്കിനും ഒക്കെ ഉണ്ടാകും. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വാക്ചാതുരി പോലെയും ഒക്കെ ഇരിക്കും, ആശയം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കും. ഇവിടെ സന്ദീപ് വാര്യർ ഇപ്പോൾ BJP യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഈ പിന്തുടരുന്ന സമൂഹ മാധ്യമത്തിൽ പിന്തുടർന്നവരാരും തന്നെ അങ്ങോട്ടേക്ക് പോയില്ല. മറിച്ച് കോൺഗ്രസ് ചെന്നപ്പോഴോ അവരെല്ലാം സന്ദീപ് വാര്യരുടെ കൂടെ ഉണ്ടോ? എങ്ങനെ ജോൺ വിലയിരുത്തുന്നു? സാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഈ വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മളൊരു കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന എത്ര യുവ നേതാക്കന്മാരാണ് ജയിലിൽ കിടന്നിട്ടുള്ളത് നമ്മളൊരിക്കൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതായത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ജയിൽവാസം അനുഭവിച്ച് പോലീസ് മർദ്ദനം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ എന്തെങ്കിലും സ്ഥാനമൊക്കെ കിട്ടണമെങ്കിൽ അവർ പ്രൊഫൈൽ തയ്യാറാക്കി കൊടുക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് KSU ഇലക്ഷനൊക്കെ നടക്കുമല്ലോ, ആ സമയത്ത് പ്രൊഫൈൽ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മുൻഗണനയാണ്. അതിപ്പോൾ ഞാൻ 15 ദിവസം ജയിലിൽ കിടന്നു, ഇന്ന സമരവുമായി ബന്ധപ്പെട്ട് 15 ദിവസം ജയിലിൽ കിടന്നു, അല്ലെങ്കിൽ ലാത്തി ചാർജ് എനിക്ക് ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മുൻഗണനയുണ്ട്. പിന്നെ സ്ഥാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ, മുൻഗണനയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്ഥാനം കിട്ടുന്നതിന് അവൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. പല രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ നമുക്കറിയാം. നമ്മൾ മുഖ്യമന്ത്രി തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ ചോര പുരണ്ട ഷർട്ടുമായി നിയമസഭയിൽ വന്ന് പോലീസിനെതിരെ പ്രസംഗിച്ച ആളാണ്. അതുപോലെ VS അച്യുതാനന്ദൻ, അങ്ങനെ ഓരോ പാർട്ടിയിലെയും നേതാക്കന്മാർ. ഇപ്പോൾ കഴിഞ്ഞ നാളുകളായി ചാനൽ ചർച്ചകളിലാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. ചാനൽ ചർച്ചയിൽ എന്ത് പറയുന്നു? സാർ നേരത്തെ പറഞ്ഞ പോലെ അധികം വെയിൽ കൊള്ളാതെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് വർത്തമാനം പറയുന്നു. പിന്നെ ഉള്ള ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയ. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വലുതാണ്. ഒരു പത്രമാധ്യമത്തിൽ വരുന്നതിനേക്കാളേറെ സോഷ്യൽ മീഡിയയിലൂടെ ചില കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നു. ഏറ്റവും വേഗത്തിൽ അത് ആളുകളിലേക്ക് എത്തുന്നു. ഇനി അത് സത്യമായാലും കള്ളമായാലും ആളുകളെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നു. ഫേക്കായിട്ടുള്ള ഒരു വാർത്ത പോലും നമുക്ക് വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴി രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രചരിപ്പിക്കാൻ പറ്റും. പക്ഷേ അതേസമയം പത്രമാധ്യമങ്ങളിൽ അത്ര അങ്ങോട്ട് പറ്റില്ല. അതേസമയം സോഷ്യൽ മീഡിയയിലെ മറ്റൊരു പ്രത്യേകത, പത്രമാധ്യമങ്ങളിൽ വരുന്ന വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന വാർത്തകൾ, ഏതെങ്കിലും മുക്കുന്ന വാർത്തകൾ, കൊടുക്കണ്ട എന്ന് പത്രം മുതലാളി തീരുമാനിക്കുന്ന വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അതവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് BJP യിൽ നിന്ന് സന്ദീപ് വാര്യർ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള, സോഷ്യൽ മീഡിയയിൽ ഫാൻ ബേസ് ഉള്ള ഒരു നേതാവാണ് സന്ദീപ് വാര്യർ BJP യിൽ. അദ്ദേഹത്തിന് 3.17 ലക്ഷം ഫോളോവേഴ്സാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് വിടുന്ന സമയം വരെ ഉണ്ടായിരുന്നത്. BJP വിടുന്ന സമയം BJP കോൺഗ്രസ് ഏതെങ്കിലും സമയത്ത് വിടുമായിരിക്കും. അപ്പോൾ BJP വിടുന്ന സമയം വരെ ഉണ്ടായിരുന്നത്. അതായത് ശനിയാഴ്ച 11 മണിക്കാണ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിക്കുന്നത്. 11 മണിക്ക് അംഗത്വം എടുക്കുന്നു, ഷാൾ അണിയുന്നു, അവരുടെ മുതിർന്ന നേതാക്കന്മാർ വന്ന് അത് ചർച്ച ചെയ്യുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ആ സമയം മുതൽ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ആ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുത്തനെ കുറയാൻ തുടങ്ങി. കാരണം അതുവരെ ഈ കോൺഗ്രസിൽ ചേരുന്നിടം വരെ സന്ദീപ് വാര്യരുടെ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നില്ല. അദ്ദേഹം പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമോ അതോ CPM പോകുമോ കോൺഗ്രസിൽ പോകുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അദ്ദേഹം BJP വിട്ടു എന്നറിഞ്ഞിടം മുതൽ 9,000 പേരാണ് ഒറ്റയടിക്ക് അദ്ദേഹത്തെ അൺഫോളോ ചെയ്യുക. 9,000 പേര് കൊഴിഞ്ഞുപോയി, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിരന്തരം അദ്ദേഹത്തിനെ അൺഫോളോ ചെയ്തുകൊണ്ട് ഈ BJP RSS പ്രവർത്തകർ അദ്ദേഹത്തെ ഒഴിവാക്കി, സോഷ്യൽ മീഡിയയിൽ നിന്ന്
അദ്ദേഹത്തെ പിന്തുടരുന്നത് ഒഴിവാക്കി. അങ്ങനെ 2.99 ലക്ഷം ഫോളോവേഴ്സിൽ എത്തി. 3.17 ലക്ഷം ഉണ്ടായിരുന്ന ആൾ 2.99 ലക്ഷം നമ്മുടെ ഈ കണക്ക് കിട്ടുന്ന നമ്പർ. അത് കഴിഞ്ഞ് പിന്നെയും കുറഞ്ഞിട്ടുണ്ടാവും. അത്രയും ആയപ്പോഴാണ് ഈ പിന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകർ, അപ്പോൾ ലീഗ് പാണക്കാടൊക്കെ പോയി അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുകയും ഒന്നുകൂടെ കുറഞ്ഞു. പക്ഷേ അപ്പോൾ ഈ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തി. അവർ കൂട്ടത്തോടെ സന്ദീപ് വാര്യരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. സന്ദീപ് വാര്യരുടെ പേജിലേക്ക് കയറുന്നു, ലൈക്ക് അടിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്ക്. അദ്ദേഹത്തിൻ്റെ ഈ FB പേജ് എടുത്ത് നോക്കിയാൽ അറിയാം, തുടരെ അദ്ദേഹം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്, അതുപോലെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്, അതായത് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റുണ്ട്. വ്യാപക വിമർശനം അതിന് വരുന്നുണ്ട്. മോദിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്ത ഭരണാധികാരിയാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷം ഇല്ലാതാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത് എന്ന് മോദിയെ വിമർശിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട്. അങ്ങനെ ഈ അടുത്ത് കോൺഗ്രസിലേക്ക് പോയതിന് ശേഷം അദ്ദേഹം സജീവ കോൺഗ്രസ്സുകാരനായി. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമൊക്കെയുള്ള ഒരു സെൽഫിയൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഈ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും, ശ്രദ്ധിക്കണം, ലീഗിൻ്റെ അണികളുമുണ്ട്. അവർ രണ്ടുപേരും, കോൺഗ്രസ്സുകാർ വന്നാൽ നമുക്ക് അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണെന്ന് പറയാം, ലീഗുകാരും കൂടെ വന്നിട്ട് അദ്ദേഹത്തെ താഴോട്ട് പോയ, ഈ സോഷ്യൽ മീഡിയയിൽ ഈ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്ക് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനൊക്കെ അവർ ഫോളോവേഴ്സ് കുറയുക എന്ന് പറഞ്ഞാൽ വലിയ വാർത്തയാണ്. ഇപ്പോൾ ചില സമയത്ത് സാറ് ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പം നരേന്ദ്രമോദിയേക്കാൾ രാഹുൽ ഗാന്ധി എത്ര പേര് ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി റേറ്റിംഗ് മാറുന്നു എന്നൊക്കെ പറയുന്നത്, അത് സമൂഹത്തിലെ പുതിയ ആളുകൾ, ചെറുപ്പക്കാർ എത്രമാത്രം ഇവരെ പിന്തുടരുന്നുണ്ട് എന്നൊക്കെ അറിയാനുള്ള ഒരു സ്കെയിലാണ്. സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കൂടുതൽ, ഇപ്പോൾ പത്രം വായിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കുറവാണ്. അവർ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതും ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലൂടെയാണ് അറിയുന്നത്. അദ്ദേഹം എന്തായാലും FBയിൽ അദ്ദേഹത്തിൻ്റെ ബയോ കോൺഗ്രസ് പ്രവർത്തകൻ എന്നാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ സാറ് ഫേസ്ബുക്കിൽ കയറി സന്ദീപ് വാര്യരെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോ കാണിക്കുന്ന ബ്രാക്കറ്റിൽ ഉളുപ്പില്ലാത്തവൻ കൊടുത്താലും കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ, അദ്ദേഹം ഈ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അപ്പോൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കാനും അദ്ദേഹത്തിന് വ്യക്തിപരമായി അത് അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്. നാളെ ഇപ്പം അദ്ദേഹത്തിന് വേറൊരു പാർട്ടിയിൽ ചേരാം. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട്, അതായത് അതുവരെ വിശ്വസിച്ചിരുന്ന ഒരു തള്ളിപ്പറയുക മാത്രമല്ല, വളരെ നികൃഷ്ടമായ ഭാഷയിൽ പറയുന്നു. അതൊരിക്കലും ഒരു പൊളിറ്റിക്സിന്റെ എത്തിക്സിന് ചേർന്നതല്ല. അല്ല, ഇത് എത്തിക്സിന്റെ ഭാഗമായി വിട്ടുപോയതല്ലല്ലോ. അപ്പം അതാണ് പ്രശ്നം. ഈ ആശയപരമായി അദ്ദേഹം എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടുപോയതാണെങ്കിലാണ് അവിടെ മാന്യമായ ഭാഷ ഉപയോഗിക്കുന്നത്. അക്കാര്യത്തിൽ സരിനെ സമ്മതിക്കണം. സരിൻ വളരെ മാന്യമായ രീതിയിലുള്ള സംസാരമാണ്. അതെ. സരിൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൈ കൊടുക്കാനൊക്കെ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് കൈ കൊടുക്കുന്നില്ല. ഇവിടെ എന്തോ ഒരു പക പോലെയാണ് സുരേന്ദ്രനും ഒക്കെ ആയിട്ട് ഉള്ളത്. അതാണ് നമ്മൾ കാണുന്നത്. അല്ല, അവർ തമ്മിലുള്ള ഈ മാനസിക ഐക്യമില്ലായ്മ ഒരു പരിധിവരെ ഈ പാർട്ടി വിട്ടുപോകാൻ സന്ദീപ് കേന്ദ്രീകൃതമുണ്ട്. അതെ. ഈ സുരേന്ദ്രനെതിരെ വരുന്ന വിമർശനങ്ങളിലൊന്നും ഇദ്ദേഹത്തെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചില്ല എന്നുള്ള. പക്ഷേ പാലക്കാട് BJPക്ക് വിജയമാണെന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ വെറും വേസ്റ്റായി മാറുന്നു എന്ന് നമുക്ക് പറയാനാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആയിരിക്കും. അപ്പോൾ സുരേന്ദ്രൻ വീണ്ടും ഒന്നുകൂടെ ഗോളടിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.